സഭയിൽ നിന്ന് പുറത്താക്കൽ അങ്ങനെ? അല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണ് അല്ല, ചിലരിപ്പോ നമ്മളോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നു ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ നടത്തിയാലേ ചിലപ്പോ ആ വീട്ടുകാരെ സഭ അല്ല മീൻസ് സഭയല്ല ആ പള്ളിയിൽ നിന്ന് പുറത്താക്കുക അങ്ങനെയൊക്കെ ഉള്ള സംഭവം. പുറത്താക്കൽ അങ്ങനെ അല്ലെങ്കിൽ എന്തോ പണിഷ്മെന്റ് അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. വേറെ ഇന്റർ കാസ്റ്റ് മാരേജ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. പള്ളിയുടെ ഏറ്റവും ഇപ്പൊ പള്ളിയുടെ എല്ലാ ബാക്ക് വശത്തും ഈ ആനവാതിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന്റെ ബാക്ക് വശത്ത് കുറെ സ്പേസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെയാണ് നിന്നിരുന്നതെന്നൊക്കെ ഹിസ്റ്ററി അങ്ങനെ പറയുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ളവർ അവിടെ നിന്ന് കുർബാന കണ്ടിരുന്നു, അവർക്ക് കുർബാന സ്വീകരണം ഇല്ല ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ പറയുന്നു ഈ വേറത്തിന്റെ കൂടെ പോയാല് പള്ളിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കും അങ്ങനെയൊക്കെ. ഇപ്പൊ എനിക്കൊന്ന് ചില സംഭവങ്ങളിലൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞൂടാ. പക്ഷെ പൊതുവെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് ലിബറൽ ആയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് സെമിനാരി പോയി വന്നിട്ടാണ് ഞാൻ കുറേ തിയോളജി പഠിച്ചു, ഫിലോസഫി പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോഴും അമ്പലത്തിൽ പോകും. എൻ്റെ കൂട്ടുകാരൻ അമ്പലത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോകും. എനിക്ക് അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ചെയ്യുന്നതനുസരിച്ച് കൈവപ്പുൻ്റെ അടുത്ത് ഞാൻ കൈവപ്പും, ഇങ്ങനെ വണങ്ങേണ്ട അടുത്ത് വണങ്ങും. അല്ലാതെ എനിക്കല്ല അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് കാണുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻബോക്സിൽ വന്ന് പറയുന്നവരുണ്ട്, ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, നാണില്ലടാ ഇത്ര നാളെ സെമിനാരിൽപ്പെട്ട അമ്പലത്തിൽ കയറുന്നു. ഞാൻ പോവും, ഞാനും പോവും. ദൈവം സ്നേഹമല്ലേ? ദൈവ സ്നേഹമാണെങ്കിൽ എല്ലാം സ്നേഹമാണ്. അപ്പോൾ സ്നേഹമാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണം. ഞാൻ അവിടെയും പോവും, അവിടെ സ്നേഹമുണ്ട്, അപ്പം അവിടെ ദൈവമുണ്ട്. എല്ലാം ഒന്നിലേക്കാണല്ലോ ഈ പോകുന്നത്. ഈ ദൈവം എന്ന് പറയുന്നത്, ദൈവം സ്നേഹമാവുന്നു എന്ന് പറയുന്ന ആ സ്നേഹത്തിലേക്കല്ലേ പോകുന്നത്. സോ എല്ലാത്തിനെയും സ്നേഹിക്കാം. എല്ലാത്തിനും സ്നേഹിക്കാം എന്നല്ല, എല്ലാത്തിനെയും സ്നേഹിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തവരിങ്ങനെ ഒരു ഇൻവേർട്ടഡ് കോമയിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര നാളായില്ല? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ അടുത്തായി. 10 വർഷം അടുത്തായി. അപ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡ് നന്നായിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് പീരീഡ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഇതിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് കയറാൻ? എങ്ങോട്ട് ഇപ്പോൾ ഒരു അതായത് 10 വർഷം നമ്മൾ സഭയിലും പഠനവുമായിട്ട് നീങ്ങി, അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷെ ആ സമയത്തെല്ലാം കാലം മുന്നോട്ട് പോവുകയാണ്. അതായത് ടെക്നോളജി വളരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിൻ്റെ ഇതിൽ ഒരു കാസ്റ്റിംഗ് കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി അഭിനയിക്കാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ ഒരു റീൽ ഇട്ടാൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പിന്നെ ഒരു 10 വർഷം, അതിനും മുന്നേ ഒരു 10 വർഷം, അതായത് ടോട്ടൽ ഒരു 20 വർഷത്തെ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ ഫെസിലിറ്റികളൊന്നും ഇല്ല. ആ സമയത്ത് ഇറങ്ങുകയും ചെയ്തു, ഇപ്പൊ പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തെത്തിയില്ല എന്നൊരു ഡയലോഗ്. ഈ ഇറങ്ങിയ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഈ ഇപ്പൊ വന്ന് അഭിനയിച്ച 3 സിനിമ വരെ വന്ന് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പീരീഡ്? എങ്ങോട്ടേക്കാണ് ആദ്യം പോയത്? ആ സമയത്ത് വന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാസ്റ്റിംഗ് കോൾസ്, ഡയറക്ടേഴ്സ്, ചിലർക്ക് മെസ്സേജ് അയക്കും, ചിലരുടെ മെസ്സേജ് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഒരു കാസ്റ്റിംഗ് കോൾ വരുന്നു ഒരു വെബ് സീരീസിലേക്ക് വേണ്ടിയിട്ട്. റെയ്ഡ് എന്നാണ് അതിൻ്റെ പേര്. ഒരു വെബ് സീരീസ് വരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഓൾറെഡി അന്ന് ക്ലീൻ ഷേവ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ച എല്ലാവരും പറ്റിക്കപ്പെട്ടു. എൻ്റെ തുടക്കം അങ്ങനെ ഒരു പറ്റിക്കൽ ഇതിൽ നിന്നായിരുന്നു. ഞാൻ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുന്നു, 2-3 പ്രാവശ്യം ഓഡീഷന് വിളിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ ലുക്കിലൊന്നും ഞാൻ കോൺഫിഡൻ്റ് അല്ല. അപ്പം ഞാൻ എപ്പോഴും പറയും എന്ത് ഈ ലുക്ക് കൊണ്ടൊക്കെ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് നല്ല ചുമന്നിരിക്കണം, എങ്കിലേ സിനിമയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ചിലർ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ ഡള്ളാക്കി. അപ്പം ഞാനൊക്കെ ഇങ്ങനെ തമാശക്ക് എന്നെയൊന്നും ഡള്ളാക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ മേക്കപ്പെല്ലാം കയറ്റി വിട്ടാൽ മതി. അപ്പോൾ ഈ ചില സമയത്ത് ചില ഇഷ്യൂസ് സിനിമയിലൊക്കെ വരുമല്ലോ, ഇപ്പോൾ ചില നടന്മാരെ മാറ്റി എന്നൊക്കെ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് പൈസ ഒന്നും തരണ്ട, ജസ്റ്റ് അഭിനയിപ്പിച്ചാൽ മാത്രം മതി. അതായത് ഇത് ഞാൻ അവിടെ ചെന്നു, ഓഡിഷൻ കഴിഞ്ഞ് എൻ്റെ കൂടെ വേറെ 7 പിള്ളേരുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പിള്ളേരാണ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അന്ന് ഈ സിനിമയിലെ ഈ വെബ് സീരീസ് ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പേര് ഞാൻ എന്തായാലും ഞാൻ പറയുന്നില്ല, അദ്ദേഹം മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പേര് ഞാൻ എന്തിനാണ് ഞാൻ വെറുതെ ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇവരെയും വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ അഭിനയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ കെട്ടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്നവർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഒട്ടും ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. അവർ അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് എങ്കിലും കണ്ടിട്ടുണ്ട്, ഞാൻ അതുപോലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കോട്ടയം ഇടുക്കി ഒരു ഏരിയ അറിയാമല്ലോ, അപ്പോൾ
അങ്ങനെ വരുന്നൊരിതാണ്. അപ്പോൾ എനിക്ക് അത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂരൊക്കെ പോയി ചില സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇത് കൊള്ളാലോ സംഭവം, അങ്ങനെയൊക്കെ ചെന്നു. അഭിനയിച്ച് പൈസ കൊടുത്തിട്ട് എത്ര കൊടുത്തു? 10 രൂപ 15,000 രൂപ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പം ഇതെല്ലാം അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ അമ്മയും അനിയനെ കൂടി കഷ്ടപ്പെട്ട് തരുന്നതാണ്. അതായത് ഇവൻ കുറേ ആയി ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നു, ഇങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ എന്നോർത്ത് തരുന്നതാണ്. അവർക്ക് ആ തരുമ്പോൾ ഒരു വിഷമമുണ്ട്. കൊണ്ടേ കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും കൊടുത്തു. ഫൈൻ. ഞാൻ ചെന്നു, എല്ലാം അഭിനയിച്ചു. ആദ്യം ഒരു എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു, അതെ ഞാനിവിടെ ഭയങ്കരമായിട്ട് പെട്ട് നിൽക്കുവാണ്, ഒരു ഹോട്ടലിൽ പെട്ട് നിൽക്കുകയാണ്, എനിക്കതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇവരെ ഇറക്കി വിടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു സംഭവം എന്ത്? അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് പൈസ ചോദിക്കുന്നത് എന്തിന്? അവിടുന്ന് പോകാൻ വേണ്ടി? നിങ്ങളൊരു ഡയറക്ടർ അല്ലേ? അപ്പം എൻ്റെ വിചാരം ഇവര് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരാളല്ലേ, അപ്പം പുറത്തുനിന്നൊരു നടീനെ കൊണ്ടുവന്ന് അത് അഭിനയിപ്പിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ അവന്മാരെ വിളിച്ചു, എടാ ഇങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന്. ഈ സെയിം തന്നെയാണ് അവരോടും പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെന്തോ സംതിങ് റോങ് ഉണ്ട്, പറ്റിക്കപ്പെട്ടു എന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇത് കുറേ എഡിറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ നിൻ്റെ ലുക്ക് അപാരമാണ്, ഒരു രക്ഷയില്ല. അതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഇതാണ്. അപ്പം ഞാനത് ഇത്രയൊക്കെ അങ്ങ് പൊക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ജസ്റ്റ് 2 ഇതിൽ അഭിനയിച്ച. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത ഷെഡ്യൂളുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂളിന് വരുമ്പോഴത്തേനും കുറച്ച് പൈസയുടെ പേയ്മെൻറ്റ് പ്രൊഡ്യൂസർ പിന്മാറി അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോഴത്തേനും ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി. ഓക്കെ പ്രൊഡ്യൂസർ പിന്മാറിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്നാൽ. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. പിന്നെ നമുക്ക് ഈ പൈസ തിരിച്ചു വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി പുള്ളിനെ വിളിച്ചു. പുള്ളി വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തന്നെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ വന്നു. പ്രിൻസ് ആണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, കേച്ചേരി അടുത്ത സ്ഥലമാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. ആ ശരി. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം മൊബൈൽ നമ്പറിൽ എന്തിനാണ് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ? എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. നമ്മൾ അവിടെ തൃശ്ശൂരുള്ള പയ്യൻ അവിടെ പോയി ചോദിച്ച സമയത്ത് അവിടുന്ന് ഒരു പോലീസുകാരൻ നമ്മളെ വിളിച്ചിട്ടില്ല. സോ ഈ പൈസയുടെ കാര്യം അങ്ങനെ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നു കാണും. പക്ഷെ ആ പൈസയുടെ കാര്യം പോയിട്ട് ഇപ്പോഴും എന്നോട് പറയുന്നവരുണ്ട് ആദ്യം തന്നെ കൊണ്ടുപോയി കളഞ്ഞു. പക്ഷേ എൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പാഠം. അല്ല ഫസ്റ്റ് തന്നെ കബളിക്കപ്പെട്ടപ്പം ഇനി ഒന്ന് ചൂട് വെക്കുമ്പോൾ ഒന്ന് പേടിക്കും. പേടിക്കും. അത് വളരെ പേടിച്ചാണ് മൂവ് ചെയ്തത്. പിന്നെ ഈ കൂട്ടുകാരൊക്കെ ഉള്ളത്, അവരൊക്കെ ഉള്ള സമയത്ത് അവരൊരു ഹെൽപ്പായിരുന്നു. കാസ്റ്റിംഗ് കോൾസ് ഒക്കെ അയച്ചു തരും. ഇപ്പം കാസ്റ്റിംഗ് കോൾസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേടി, ഇനിയും പൈസ ചോദിക്കുമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ വീട്ടുകാരോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മോഡലിങ്ങിൻ്റെ ഇത് വന്നു, എറണാകുളത്ത് തന്നെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എല്ലാം എടുത്തു, എല്ലാം രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയൊന്നുമല്ല ഇതെന്ന്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു ലേഡിയാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല ഇത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആദ്യം എൻ്റെ ഫോട്ടോ എല്ലാം കണ്ടിട്ടല്ലേ വിളിച്ചേ? അപ്പോൾ പറഞ്ഞു അല്ല നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം എന്താ? അല്ല നിന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി. പൈസ തിരിച്ചു കിട്ടിയോ? ഇല്ല, പൈസ തിരിച്ചു കിട്ടിയില്ല. അപ്പോഴും ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും പറഞ്ഞത് നിന്റെ ഒരു ഇതാണ്, അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്നത്, നിനക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ്, നീ തിരിച്ചെങ്ങനെയും പോകണം. അതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല, തിരിച്ചു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതിൽ തന്നെ മുമ്പോട്ട് പോകാം. അപ്പം ഞാനിങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എഴുതാം. അപ്പം ഞാനൊരു പാട്ട് എഴുതി, ഒരു ആൽബം സോങ് എഴുതി. അതാണ് മനോരമ പുറത്തിറക്കി. എന്നിട്ട് ഞാനത് ഇമ്രാൻഖാനെ കോണ്ടാക്ട് ചെയ്തു. അത് ഇമ്രാൻഖാൻ്റെ ഒരു പാട്ടിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇട്ട് അങ്ങനെ ഇൻബോക്സിൽ വന്ന് ഇമ്രാൻഖാനെ കൊണ്ട് പാടിപ്പിച്ച്, അപ്പം അതിനൊക്കെ വേറെ പ്രൊഡ്യൂസർ വന്ന് അപ്പോൾ പാടിപ്പിച്ച്, അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന മോഡലിംഗ് കമ്പനിയുണ്ട്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്തപ്പം അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറേ ഫോട്ടോസ് എല്ലാം കണ്ടാൽ പറഞ്ഞു പ്രിൻസ് നമ്മുടെ ഒരു ക്രിസ്മസിൻ്റെ ഇവൻ്റ് ഉണ്ട്, അപ്പോൾ ആ സമയത്ത് റാമ്പ് ഇങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോയി. പോകാൻ മേലായിരുന്നോ? പോയിട്ട് ആ കാശെങ്കിലും മേടിക്കാൻ മേലായിരുന്നോ? അതിനെന്നെ അനുവദിക്കുന്നില്ലായിരുന്നു. കാരണം അത് ചിലപ്പോൾ എൻ്റെ ഒരു അവരോടുള്ള ചിലപ്പോൾ എൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. അല്ല, അത് എൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. പക്ഷെ ഞാൻ പോയില്ല. അതിനുശേഷം അത് പുറത്തിറക്കി, അതിറങ്ങി. പൈനാവ് 143 ലുക്ക് കൊള്ളാം. അപ്പം
എങ്ങനെയായിരുന്നു ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു പാട്ട് എഴുതി അതിൽ ഞാൻ തന്നെ അഭിനയിക്കാം, അപ്പം നിർമ്മാതാവൊക്കെ സമ്മതിച്ചു? എങ്ങനെയായിരുന്നു സംഭവം? അവരൊക്കെ സമ്മതിച്ചു കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കാരണം എനിക്കൊന്ന് മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കാര്യമാണ്. കാരണം എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്. അപ്പം എനിക്ക് അത് യൂസ് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും പൈസയുടെ ഇതിൻ്റെ ആവശ്യമില്ല, ബാരിയേഴ്സ് ഇല്ല. ഞാൻ എഴുതി, അമ്മയാണ് ഇത് കറക്റ്റ് ചെയ്ത് തന്നതൊക്കെ, കറക്റ്റ് ചെയ്ത് തന്നെ. അപ്പം ഞാൻ അങ്ങനെ ഇത് കൊടുത്തു, ഇമ്രാൻ ഖാന് കൊടുത്തു. അത് ഓക്കെ ആയി, എല്ലാം എന്തോ നല്ല രീതിയിൽ വന്നു. അതിനുശേഷമൊക്കെയാണ് പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി, എന്നെ കൊണ്ട് ഇത് പറ്റും, വീട്ടുകാർക്കും ആയി തുടങ്ങി. അപ്പം അമ്മ കുറേ പേരോടൊക്കെ പറഞ്ഞു, അവൻ ചെയ്ത് കണ്ടോ, അവൻ ഇങ്ങനെ ചെയ്തു, കാരണം കോൺഫിഡൻസ് ആയി. അപ്പോൾ ഈ സ്ട്രഗിളിങ് പീരീഡിൽ എൻ്റെ കൂടെയുള്ള